Hello friends, welcome to our channel almiz tutorials. Plus 2 ഇംഗ്ലീഷിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ എനി വുമൺ എന്ന ഈ പോമിൽ നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷനാണ്. അതായത് കമ്പാരിസൺ ഓഫ് ടു പോംസ്. അതിൽ ചിലപ്പോൾ നമ്മുടെ എനി വുമൺ എന്ന ഈ ഒരു പോം ബേസ് ചെയ്തിട്ട് അപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഷോർട്ട് അപ്രീസിയേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, നമുക്കിനി അപ്രീസിയേഷനിലേക്ക് കടക്കാം. Any Woman is a poem written by Katherine Tynan. She was an Irish-born writer known mainly for her novels and poetry. Her human sympathy is keen, tender, warm, and constant. This poem, Any Woman, presents all the embracing power of a woman to hold a family together. എനി വുമൺ എന്ന ഈ ഒരു കവിത രചിച്ചത് കാത്രീൻ ടൈനാനാണ്. കാത്രീൻ ടൈനാൻ ഒരു ഫേമസ് ഐറിഷ് ബോൺ റൈറ്ററാണ്. മെയിനായിട്ടും അവരുടെ നോവൽസും പോയട്രിയും കൊണ്ടാണ് അവർ ഫേമസ് ആയിട്ടുള്ളത്. കാത്രീൻ ടൈനാൻ്റെ ഹ്യൂമൻ സിമ്പതി, അതായത് മനുഷ്യരോടുള്ള അനുകമ്പ എന്ന് പറയുന്നത് കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റൻറ്റ്, അതായത് വളരെ ലോലവും സ്നേഹം കൊണ്ട് നിറഞ്ഞതും സ്ഥിരമായിട്ടുള്ള ഒരു അനുകമ്പ എന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എനി വുമൺ എന്ന ഈ ഒരു പോം ഒരു സ്ത്രീയുടെ കുടുംബം എല്ലാം ചേർത്ത് നിർത്താനുള്ള അവരുടെ മനോഹരമായ കഴിവിനെ പറ്റി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കവിത കൂടെയാണ്. Women do always stand for their family and children. They sacrifice their comforts for their family. They always support their family, but as it happens in so many cases, they are often not supported by the menfolk. In this poem, the woman is compared to the pillars of her family. സ്ത്രീകൾ എപ്പോഴും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിലകൊള്ളുന്നു. സ്ത്രീകൾ അവരുടെ കംഫർട്ട്സ് എല്ലാം ത്യാഗം ചെയ്തിട്ട് ഫാമിലിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അവരെപ്പോഴും അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ചില സമയത്തൊക്കെ അവർക്ക് പുരുഷവർഗം വേണ്ടത്ര സപ്പോർട്ട് നൽകുന്നില്ല. ഈ ഒരു കവിതയിൽ സ്ത്രീകളെ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. She works for her children because she believes that without a mother, good children cannot be shaped. In her house, from floor to roof, she is to do all things. She stands as a wall against all dangers, and she also tries to act as a door against the wind and snow of troubles that may afflict the family. Towards the end of the poem, she prays to God that she would be allowed to go on living till her children grow up. സ്ത്രീകൾ എപ്പോഴും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. കാരണം സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ എപ്പോഴും വിചാരിക്കുന്നത് ഒരമ്മയില്ലാതെ ഒരു കുട്ടിയെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുകയില്ല എന്നാണ്. അതായത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ അമ്മ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇന്നെവിക്റ്റബിൾ ഫാക്ടറായിട്ടാണ്. അപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിൽ നിലം മുതൽ മേൽക്കൂര വരെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ ആ അമ്മയായിരിക്കും. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ ഡേഞ്ചേഴ്സിനെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു മതിലായിട്ടായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിനെയൊക്കെ ബാധിക്കുന്ന ചില ട്രബിൾസിനൊക്കെ ശക്തമായിട്ട് എതിർത്ത് നിർത്താൻ കഴിവുള്ള ഒരു ഡോറായിട്ടുമൊക്കെ സ്ത്രീകൾ ആക്ട് ചെയ്യും. അതായത് തണുപ്പിനെയും കാറ്റിനെയും ഒക്കെ അകറ്റി നിർത്തുന്ന ഒരു ഡോർ പോലെയാണ് സ്ത്രീകൾ അവരുടെ കുടുംബത്തിനെ പലവിധ പ്രതിസന്ധികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഈ കവിതയുടെ അവസാനത്തിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ കുട്ടികൾ വളരുന്നത് വരെയും തൻ്റെ ജീവൻ എടുക്കരുതേ എന്നാണ്. അതായത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള ആ ഒരു അൺകണ്ടീഷണബിൾ ലവിനെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. This poem contains 6 stanzas. Each stanza contains 4 lines. The words used in this poem are simple, so it is very easy to understand. The first person narration is used here. The poem follows the rhyme scheme AB except for the first stanza. അപ്പോൾ ഈ ഒരു പോമിൽ 6 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമാണുള്ളത്. പോമിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സൊക്കെ വളരെ സിമ്പിളാണ്. സോ നമുക്ക് മനസ്സിലാക്കാനും വളരെയധികം എളുപ്പമാണ്. ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോമിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്, ഫസ്റ്റ് സ്റ്റാൻസ ഒഴികെ. The poem reiterates that every woman is very important to her family, but a crucial question is raised by the poet: do women share equal status with men? Women always work for their family, but they never get any wage or salary for such works. They always work very hard, sacrifice their freedom and needs for their family and children. So we ought to admire them and care for their needs. They give us all support. Therefore, they too expect our support.
ഈ പോം എംഫസൈസ് ചെയ്യുന്നത് ഓരോ സ്ത്രീയും അവരുടെ കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കവിതയിൽ പോയറ്റ് റേസ് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു വിമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ? അതായത് പുരുഷന്മാരെ പോലെ സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ ഒരേ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരേ സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിമൻ ആൾവേസ് വർക്ക് ഫോർ ദെയർ ഫാമിലി. സ്ത്രീകൾ എപ്പോഴും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വർക്കുകൾക്ക് അവർക്ക് പ്രത്യേകം സാലറിയോ അങ്ങനെ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യമൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയുടെ ആവശ്യങ്ങൾ നടത്താനും കുട്ടികളെ വളർത്താനും ഒക്കെ സ്ത്രീകൾ അവരുടെ ഫ്രീഡം ത്യാഗം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളും സ്ത്രീകളുടെ ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കി അവരെ പരിഗണിക്കണം. അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കണം. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെ അമ്മയായിരിക്കും നമ്മളെയും വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കും അങ്ങനെ സപ്പോർട്ട് വേണ്ട ഒരു സിറ്റുവേഷന് നമ്മുടെ സപ്പോർട്ട് അവർക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് എനി വുമൺ എന്ന ഈ ഒരു പോമിൻ്റെ ഷോർട്ട് അപ്രീസിയേഷൻ. നമുക്ക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്രീസിയേഷൻ ചോദിച്ചില്ല എങ്കിൽ പോലും എനി വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ എഴുതാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്